ഇന്ന് പറയാനുള്ളത് എന്താ പറയുക, അയാളെ പേരോ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് അറിയില്ല. പക്ഷേ ഇത് കണ്ടിട്ട് പറയാതിരിക്കാൻ നിർവാഹമില്ല. നമ്മളൊരു സുഹൃത്ത് ഇത് അയച്ചു തന്നിട്ട് ഇത് നിങ്ങൾ പറയണം എന്ന് പറഞ്ഞ് അയച്ചതാണ്. അപ്പോൾ നമ്മൾ കണ്ടു നോക്കിയപ്പോൾ നമുക്കൊന്ന് തോന്നി ഇത് പറയണം എന്നുള്ളത്. ഫുള്ള് കേട്ടു. അപ്പം ഇയാള് ഒരു ഉസ്താദാണ്, കണ്ടിട്ട് ഉസ്താദാണോ എനിക്കുള്ള സംശയമുണ്ട്. അപ്പം ഏതായാലും മൂപ്പര് പറയണ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ബാക്കി പറയാട്ടോ. പെണ്ണിനെ ഹബീബായ തങ്ങള് ആവശ്യപ്പെട്ടാൽ നിക്കാഹിന് നിന്നു കൊടുക്കൽ ആ പെണ്ണിന് നിർബന്ധം. ആ പെണ്ണിനെ മറ്റൊരാള് പെൺകെട്ട് പറയൽ പോലും ഹറാമാണ്. പറ്റൂല. നമ്മളൊരു പെണ്ണിനെ കെട്ടാൻ തീരുമാനിച്ച് വേറെ ആള് വന്ന് ആ പെണ്ണിന് ഓനസ്റ്റായ പെണ്ണങ്ങ് പോയി പോവും. എന്നാൽ ഹബീബായ തങ്ങള് ആഗ്രഹിച്ച പെണ്ണിനെ എന്ന് പറഞ്ഞാൽ അതിന്റെ സാധ്യത പറയാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖിൽ അത്രയും നിർബന്ധമാണ്. വേറൊരാൾക്ക് ആ പെണ്ണിനെ കെട്ടാൻ തീരുമാനിക്കാൻ പോലും പാടില്ല. കട്ടിൽ പിന്നല്ലേ. മാത്രല്ല കേട്ടോ, യജിബു അലാ സൗജിഹാ ത്വലാഖുഹാ. ഒരു ഭാര്യയും ഭർത്താവും കൂടി ഇങ്ങനെ പോവാ. അപ്പൊ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഓളാടന്നോട്ടെ എന്ന്. ഹബീബായ തങ്ങൾ കെട്ടാൻ ആഗ്രഹിച്ചു പോയാൽ ആ ഭർത്താവ് ചൊല്ലൽ നിർബന്ധമാണ്. ഒരാൾക്കപ്പ ചൊല്ലിക്കൊള്ളും. നല്ല ഒന്നവരാ ശരീഅത്ത്. ഇവിടെ ഒരു നിക്കാഹിന്റെ വിഷയം എടുത്താൽ തന്നെ എത്ര പറയാണ്ട്. ഇയാള് പറയുന്നതിനെക്കാട്ടിലും വലിയ ഡേഞ്ചർ എന്താ അറിയോ, ഇത് കേട്ട് നിൽക്കുന്ന ആളുകൾ അവിടെ ഒന്നും മിണ്ടാതെ കേട്ട് നിൽക്കുകയാണെന്നുള്ളതാണ് ഏറ്റവും വലിയ ഡേഞ്ചർ. പച്ച തോന്നിവാസല്ലേ പറയണത്. വെറുതെ എന്തെങ്കിലും വിളിച്ചു പറയാന്നുള്ളത്. അത് നബിന്റെ കാര്യത്തില് പറയാനുള്ളൊരു ധൈര്യം എത്രമാത്രം. ഇത് എവിടുന്ന് ഇയാള് കിട്ടിയ, അല്ലെങ്കിൽ ഏത് ഇസ്ലാമാണല്ലോ ഇയാള്, ഏത് സംഘടനയാണ് ഇങ്ങനെ പഠിപ്പിക്കുന്നത്? എന്താണ് അറബി എന്താണെന്നോ എവിടെ നിർത്തിട്ടാ പോകുന്നത്? ഇയാളാ നീ ആദ്യം പറഞ്ഞതേ ചട്ടത്തിൽ അവിടെ നിക്കട്ടെ. പക്ഷെ ഞാൻ പറയണത്, ഒരു ഭാര്യയും ഭർത്താവും നടന്നു പോകുമ്പോ നബി തങ്ങൾ ഒന്നത് പറയൂല, അത് വേറെ കാര്യം. ഇനി പറയാണ് അവിടെ നിൽക്കുന്ന പറഞ്ഞ ഭാര്യ അവിടെ നിക്കണെന്ന്. അതും പോട്ടെ, ഭർത്താവ് തൊലാക്ക് ചെല്ലൽ, മൊഴി ചൊല്ലൽ നിർബന്ധമാണ്. എന്ത് തോന്നിവാസന ഈ പറയണത്. ഇവിടെ ഞെട്ടിപ്പോയിട്ട് ഇത് കേട്ട് ഇങ്ങനെ നിന്നു ആൾക്കാർ ചോദിക്കണ്ടേ ഇയാള് ഏത് വിഭാഗക്കാരനാണ്? മുസ്ലിംസിൽ പല വിഭാഗം ഉണ്ടല്ലോ, ഏത് വിഭാഗക്കാരനാണ്? ആ സംഘടന ഇയാളെന്ന കണക്കിൽ കൂട്ടിട്ടോ. ഇവിടെ എന്താ പറയാ, നടപടി എടുത്തിട്ട് ഇയാളെ പിരിച്ചുവിടണം, മതത്തിൽ പുറത്താക്കണം. അതെ അതെ അതെ, തെറ്റിദ്ധരിപ്പിക്കല്ലേ, ഭയങ്കരമായിട്ടുള്ള തെറ്റിദ്ധാരണ. എന്താ വെച്ചാല് മറ്റു ഇസ്ലാമിനെ ട്രോളുന്ന പല ആളുകളുണ്ട്. അവരൊക്കെ ട്രോളാൻ യൂസ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഈ ബഹുഭാര്യത്വം കാര്യങ്ങളൊക്കെ. അത് സത്യം മനസ്സിലാക്കാതെയാണ്. അതെന്തോ ആയിക്കോട്ടെ, അത് നമ്മളെ വിശ്വാസപരമായിട്ടുള്ള പ്രശ്നമാണ്. അപ്പൊ അതിനൊക്കെ നമ്മളായിട്ട് എന്താ ചെയ്യാ, എറിഞ്ഞു കൊടുക്കാണ്. ഇമാതിരി മൂല്യന്മാരുടെ ഈ ഒരു പ്രസംഗം കേട്ട് കഴിഞ്ഞാല് അതായത് മുസ്ലിംസിനെ ട്രോളുന്ന വിനോദ് എന്ന് പറഞ്ഞിട്ടില്ല. അതെ അതെ, വിനോദ് ആർ എന്ന് പറഞ്ഞിട്ടൊരു സഹോദരൻ ഇവിടെ കമന്റ് ഇട്ടുണ്ട്, ഞങ്ങളെ നാട്ടിക്കാൻ പുറത്തുനിന്ന് ആരും വേണ്ട. മൂപ്പരെ കുറ്റം കൊണ്ടൊരു കാര്യമില്ല. പറഞ്ഞു കൊടുത്തേക്കാണ്, ഇട്ട് കൊടുത്തേക്കാണ്. അല്ല, ഞാൻ ചോദിക്കണത് ഇവിടെ 2-3 കാര്യങ്ങൾ സംസാരിക്കേണ്ടത്. ഒന്ന്, പെണ്ണ് എന്ന് പറയുന്നത് എന്തായിട്ടാണ് ഇവർ കണക്കാക്കിയിട്ടുള്ളത്? പിന്നെ ഇവിടെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇവിടെ ഞങ്ങൾ സംസാരിക്കുന്നത് ഈ ഒരു വ്യക്തിയെ കുറിച്ചാട്ടോ. ഇവിടെ എന്ത് പറയുമ്പോഴും ആ അക്ഷരങ്ങളെ വളച്ചൊടിച്ച് വേറെ രീതിയിൽ കൊണ്ടുപോകരുത്. ഇവിടെ മതമൊന്നുമല്ല, ഈ ഒരു മനുഷ്യനെയാണ് പറയുന്നത്, ഈ ഒരു വ്യക്തിയാണ് പറയുന്നത്. അതായത് ഇയാൾ ഇവിടെ ഈ പെണ്ണ് എന്ന് പറയാൻ എന്തായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്? സ്ത്രീ എന്ന് പറയുമ്പോൾ എന്താണ്? അവൾക്കൊരു ഇതുമില്ലേ, അവൾക്ക് ഇഷ്ടങ്ങളില്ലേ, അവളുടെ ആഗ്രഹങ്ങളില്ലേ, അവളുടെ അഭിപ്രായങ്ങളില്ലേ? അതായത് നബിക്കൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ സമ്മതം ആവശ്യമില്ല എന്നാണ് മൂപ്പർ പറയണത്. അങ്ങനെ ഇസ്ലാമിൽ എവിടെയും പറഞ്ഞിട്ടില്ല. പെൺകുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്, അതിനെ മാത്രമേ കല്യാണം നടക്കുള്ളൂ. അല്ലാതെ അവരുടെ ജീവിതത്തിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് ഉണ്ട്. പിന്നെ അത് മതം പറയുന്നില്ലേ. പക്ഷെ അത് ആരൊക്കെയോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു സോക്കോൾഡ് റിയാലിറ്റിയാണ്. മാത്രമല്ല ഇവിടെ എല്ലാം എന്നുള്ളത്. അതായത് മതമല്ല ഇത് ചെയ്തിട്ടുള്ളത്. പണ്ടത്തെ കാലത്തെ ആളുകൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്, ഉമ്മാന്റെ കാലത്ത് ഭർത്താവിന്റെ മുഖം പോലും കാണാതെ ഒരു കല്യാണം വന്ന് പുറത്തു പോലും ഇറങ്ങാതെ ഫാമിലി, ഉപ്പയും അല്ലെങ്കിൽ അച്ഛനും അമ്മയും ആണ് തീരുമാനിക്കുക. പണ്ടത്തെ എല്ലാ മതങ്ങളിലും ഉണ്ട് ഇത്. അങ്ങനെ തീരുമാനിച്ച് ആ കാലഘട്ടത്തിന്റെയാണ്. ഇന്നും ആ കാലഘട്ടത്തിലാണ് ജീവിക്കണത്. കാട്ടുവാസി കാലഘട്ടത്തിൽ ജീവിക്കുകയാണ് ഇയാൾ കേട്ടോ. എടാ, ആ പറഞ്ഞതും പോട്ടെ, ഇനി അത് നിൽക്കട്ടെ. ഒരു ഭാര്യയും ഭർത്താവ് എന്ന് പറഞ്ഞാൽ, ഭാര്യ ഭർത്തൃ ജീവിതത്തിനൊക്കെ ഇസ്ലാമികമായി ആണെങ്കിൽ പോലും നമുക്കറിയുന്ന അറിവിൽ പറഞ്ഞു, അതിൽ മാത്രമല്ല നമ്മളൊന്ന് ആലോചിച്ചിട്ട് ഒരു മനുഷ്യൻ, ഒരു സാമാന്യ ബുദ്ധി
വിവരം വെച്ച് ചിന്തിച്ചാൽ അറിയില്ലേ, ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം വലിയൊരു സംഭവമാണ്, വാല്യൂ ഉള്ള സാധനമാണ്. എത്രമാത്രം വാല്യൂ ഉണ്ട് അതിന്. അങ്ങനെ രണ്ടുപേരും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ പറഞ്ഞാൽ തന്നെ നമ്മൾ കാരണം പുകച്ചൊന്ന് കൊടുക്കുക, അത് വേറെ കാര്യം. പക്ഷെ ഇവിടെ ഇസ്ലാമികമായി നോക്കുമ്പോൾ ആരാണ് നബി, ആരാണ് ഇദ്ദേഹം പറയുന്ന ഹബീബായ തങ്ങൾ എന്ന് പറയുന്നത്, ആരെ കുറിച്ചാണ് ഈ പറയുന്നത്, എന്താ പറയുന്നത്? നമുക്ക് ചിരി വരുന്നുണ്ട്, പക്ഷെ സത്യം പറഞ്ഞാൽ അതെ എത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ട സംഘടനാ പ്രവർത്തകരാണ്, മുസ്ലിം സംഘടനകളോ അവരെന്ത്, ഇത് പഴയതാണ് പുതിയതാണ് നമുക്കറിയില്ല, നമ്മളത് ഇപ്പോഴാണ് കാണുന്നത്. ഇതിനെതിരെ എന്തുകൊണ്ടൊരു നിലപാടെടുത്തിട്ട് സംഘടനകളെ കാണാനൊന്നും വരുന്നില്ല. ഇത് മറ്റേ ചങ്ങായി മരത് പറഞ്ഞില്ല, ജ്യൂസ് കുടിക്കരുതെന്ന് പറഞ്ഞില്ലേ, അതൊക്കെ ഇതിൽ പെട്ടതാണ്, ഒക്കെ ഒരു ടീമാണ്, എല്ലാത്തിലും പെട്ട ആൾക്കാർ തന്നെയാണ്. വിവരദോഷം എന്ന് പറയുന്നത് പോട്ടെ, ഇവിടെ പറയണത് ഇവിടെ വിവരദോഷം നമുക്ക് ബുദ്ധി ഇല്ലാത്തവരെ പറഞ്ഞിട്ട് കാര്യമില്ല പറഞ്ഞ പോലെ ശുദ്ധ അസംബന്ധം അതന്നെയാണ് അത്ര ഉള്ളത് പറയാനുള്ളത്. ഭയങ്കര. പക്ഷേ എടാ അതിന്റെ ഭീകരത ഞാൻ ചിന്തിക്കണം. ആദ്യം പറഞ്ഞത് നമുക്ക് മണ്ടത്തരമാണെന്ന് വിചാരിക്കാന്ന് പറയാം. കാരണം ഒരു പെണ്ണിനെ അതിന് കിട്ടൂല, ഒരു ആണങ്ങോട്ട് പോയിട്ട് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ കെട്ടണം. ഇവരെന്തത് വെറുതെ ഇവർ എന്താ മറ്റേ പണ്ട് ഞാൻ വായിലിറങ്ങി പറയുന്നുണ്ട്, അങ്ങനെ നിൽക്കുന്നവരുടെ വിചാരം അവർക്ക് അവരുടേതായിട്ടുള്ള എത്ര ഇഷ്ടങ്ങളുണ്ട്, അവരിഷ്ടപ്പെടുന്ന ജോലി ചെയ്യുന്നവരോ പെൺകുട്ടിക്ക് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ പോലും ഇത് ഇപ്പൊ ഈ പറഞ്ഞ സാധനം സാധ്യമാവാത്തൊരു കാലഘട്ടമാണ്. കുറവുകൾ ഉണ്ടെങ്കിൽ പോലും കുറവുകൾ ആണിന് പെണ്ണിനൊക്കെ ഉണ്ടാവും. അപ്പൊ ഒരു കുറവുകളില്ല, എന്തെങ്കിലും കാരണത്താൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ പോലും അങ്ങനെ മണ്ടി ചെന്ന ഒരാളാണെങ്കിലും ശരി, കാലഘട്ടം മാറിയിട്ടുണ്ട്. ഇയാളൊക്കെ ഏത് കാലത്ത് ജീവിക്കുന്നത്? 21-ാം നൂറ്റാണ്ടല്ലേ? ഓരോ സ്വാതന്ത്ര്യം എന്ന് പറയുന്നുണ്ട്. നൂറ്റാണ്ടിന്റെ അല്ല വിവരദോഷം പറയുന്നതാണ്. അങ്ങനെ ഇയാള് പറഞ്ഞതുപോലെ സത്യം നടന്നിട്ടില്ലല്ലോ, അത് നബിയുടെ കാലത്ത് നടന്നിട്ടില്ല, ഒരു കാലത്ത് നടന്നിട്ടില്ല. മാത്രല്ല അത് ഒരു മതത്തിലും അത് അങ്ങനെ സമ്മതിക്കൂല. ചില പൊട്ടന്മാരുണ്ടല്ലോ തലേക്കരി ഭ്രാന്ത് പിടിച്ചടക്കുന്ന ചില ആളുകൾ കേട്ട് നിൽക്കുന്ന മോയന്താളാണ് ഞാൻ. പെണ്ണിനെ അത്രയും എന്താ പറയാ വേറെ പുരുഷാധിപത്യം ഉണ്ടല്ലോ, അതിനൊക്കെ അതിനെന്താ പറയാൻ അത്രയും തലയിൽ കയറിയ ആൾക്കാർക്ക് ഇങ്ങനെ പറയുള്ളൂ. എന്താണ് ഇത് എവിടുത്തെ എന്താ വെള്ളരിക്കപ്പെട്ടണോ ഇത്? നിങ്ങൾ പോയിട്ട് അങ്ങോട്ട് പറയാണ്, ആ പെണ്ണ് പറഞ്ഞാൽ നിക്കാഹ് കഴിക്കൽ നിർബന്ധമാണെന്ന് പറയുന്നത്. എന്നിട്ട് എന്തോ അറബി എനിക്ക് അറിയില്ല ഇതിന്റെ അർത്ഥം. മൂപ്പരെ എടുത്ത് ഉണ്ടാക്കി കൊടുത്തൊരു ആയത്ത് അങ്ങനെയല്ല, ഹദീസ് എന്താ പറയാ സ്വഹീഹായ ഒരു ഹദീസും അങ്ങനെയല്ല. ഇയാളെ എവിടെ നിർത്താണ് ഈ ഓതുന്നത് എന്നുള്ളത് ഇയാൾക്കന്നെ അറിയുള്ളൂ. ലോകമണ്ടൻ. അതെ, ഇനി അതും പോട്ടെ, ആ സംഭവം പോട്ടെ. ഒരു മതം, അതായത് ഏതും ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ എടുത്തു നോക്കിയാൽ പോലും ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഇനി ഏത് മതമാണെങ്കിലും മതമില്ലാത്തവനാണെങ്കിലും, മതമില്ലാത്തവന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, മതത്തിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇപ്പം മതപരമായിട്ടുള്ള കാര്യം കൊണ്ട് പറയുന്നത് ബാക്കിയുള്ളത് അവിടെ നിൽക്കട്ടെ. മതത്തിലേക്ക് എടുക്കുമ്പോൾ എസ്പെഷ്യലി മുസ്ലിം എന്നൊക്കെ പറയുമ്പോൾ ഇതുപോലെ തന്നെ വലിയ ജനത ഉണ്ട്. ഇവർ മുഴുവൻ ഇതിൽ പെടുകയല്ലേ, അവരുടെയൊക്കെ വരല്ലേ കളയണത്. അവർക്ക് മുഴുവനായിട്ടല്ലേ മറ്റുള്ള ആളുകൾ കാണുമ്പോൾ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുന്ന രീതിയിൽ അവർ സംസാരിക്കൂലേ, അതിനുള്ള വഴിയല്ലേ ഉണ്ടായി കൊടുക്കണത്. ഞാൻ പറഞ്ഞ പോലെ ആദ്യം പറഞ്ഞത് ലോകമണ്ടത്തരായിക്കോട്ടെ, രണ്ടാമത് പറഞ്ഞത് എന്താ, അതിന്റെ ഭീകരത എന്താ? ഒരു ഭാര്യയും ഭർത്താവ് നടന്നു വരുമ്പോൾ പറഞ്ഞ കാര്യം ഒരു സാധാ ഒരു വ്യക്തിയാണെങ്കിൽ പോലും അത് അയാൾ അധിക്ഷേപിക്കുന്നതിന് എത്രയോ വലിയ പ്രശ്നമാണ്. അതെ, പിന്നെ സാധാ വ്യക്തിയല്ല ഇത് പറയുന്നത് നബിനെ കുറിച്ചാണ്. അപ്പൊ അതിന്റെ ഒരു എന്താ പറയാ സീരിയസ്നെസ് എത്രയാന്ന് ഇയാൾക്ക് അറിയാത്തതുകൊണ്ടാണോ, ഇനി ഇയാൾ അഭിനയിക്കുകയാണോ, ഇയാൾ മറ്റാർക്കെങ്കിലും വേണ്ടി പറയുകയാണോ, അതും ഒരു ഓപ്ഷൻ ആണ്. അതായത് ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ഇസ്ലാമിനെ കരിവാരി എന്താ പറയാ തേക്കുന്ന ആളുകളുണ്ടല്ലോ. അപ്പോ അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പറയാണോ, അവരിന്ന് പൈസ വാങ്ങിയിട്ടൊക്കെ പറയാലോ. മതമാണെങ്കിലും ഈ മതം ഉണ്ടാക്കിയിട്ടുള്ളത് മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടാണ്. അവരുടെ എന്താ പറയാ അവരുടെ സ്വാതന്ത്ര്യം, അവരുടെ ഇഷ്ടങ്ങളൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഇങ്ങനെ വളച്ചൊടിക്കാൻ ശ്രമിക്കരുത്, അത് ഒരിക്കലും ചെയ്യരുത്. അങ്ങനെ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ സത്യസന്ധമായിട്ട് ഞാൻ കയറി ചോദിച്ചേനെ. വളരെ പ്രതിഷേധം നമ്മൾ അറിയിക്കണം. അതെ, എന്തിനാണ് കേൾക്കാൻ നിൽക്കുന്നത്? എന്റെ ആവശ്യമില്ല. ചോദിക്കാൻ പറ്റില്ലെങ്കിൽ ഇറങ്ങി പോകണം. പറയാണ് ഇയാൾ ഇപ്പോൾ ഇത് പറയണ്ടെന്നാവോ? ഇപ്പോൾ ഇയാൾ പ്രസംഗിക്കാരെ ഇയാളൊക്കെ ഏത് കമ്മിറ്റിക്കാരെ ഇയാളൊക്കെ പ്രസംഗത്തിൽ വിളിക്കണേ? വളരെ മോശമായി പോയിട്ടോ, ഒരിക്കലും പറയാൻ പാടില്ല. അതും ഒരു മതത്തിലുള്ള ഒരു അത്രയും അവർ ഇഷ്ടത്തോടെ കാണുന്ന, അത്രയും അവർ ആരാധനയോടെ നാം പറയുന്നില്ല, അത് മറ്റു മതങ്ങളിലാണെങ്കിലും ചിലപ്പോൾ
അത്രയും ഇഷ്ടങ്ങളോടെ കാണുന്ന ഒരാളെ കുറിച്ചൊന്നും അങ്ങനെ ഒരിക്കലും പറയരുത്. സാധാരണ ഒരു മനുഷ്യനെ കുറിച്ചും ഒരിക്കലും പറയരുത്. വീണ്ടും പറയുന്നു, ശുദ്ധ തെമ്മാടിത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. പച്ചയ്ക്ക് അല്ലേ, അമ്മ ഒരു മോശം പരിപാടിയാണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ നിലപാടായിട്ട് പറയാം, മതത്തിന്റെ നിലപാടായിട്ട് പറയാതിരിക്കുക അല്ലേ? എന്തായാലും ഉളത്തരം പറയാമെങ്കിൽ നിങ്ങളെ നിലപാടായിട്ട് പറയാം. മതത്തിന്റെ കൂട്ടുപിടിച്ചിട്ട് മതത്തിന് എന്ത് ചെയ്തത്, അത് ഏത് മതമാണെങ്കിലും നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളും മിണ്ടാതിരിക്കുക, അറിയുന്ന കാര്യങ്ങൾ മാത്രം പറയാം. ഓക്കെ, ഏതായാലും ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ മണ്ടന്മാരെയൊക്കെ ഇനി ഒരുപാട് കാണേണ്ടി വരും. വീഡിയോ ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെ ഉണ്ടാക്കുക?